ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, 2 കൊറിന്തോസ് 2:2, ഞാൻ നിങ്ങളെ ദുഃഖിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ദുഃഖിപ്പിച്ചവരല്ലാതെ മറ്റാരാണ് എന്നെ സന്തോഷിപ്പിക്കാനുള്ളത്? അതിഭയങ്കരമായൊരു ഇൻട്രാ പേഴ്സണൽ ഫ്രീഡമാണിത്, വ്യക്തിയാന്തര സ്വാതന്ത്ര്യം. ഇത് നശിച്ചിടത്തൊക്കെ വിഷാദവും ഭാരവും വന്നിട്ടുണ്ട്. നിങ്ങൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഏത് കുടുംബസ്ഥനാണെങ്കിലും ഈ വ്യക്തിയാന്തര ബന്ധം നഷ്ടപ്പെട്ടാൽ എല്ലാം പോയി. അങ്ങോട്ട് വേദനകൾ തന്നിരിക്കും, പക്ഷേ ആ വേദനകളെ ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കാൻ തക്ക സ്വാതന്ത്ര്യമുള്ളിടത്തെല്ലാം അതിശയങ്ങളുണ്ടല്ലോ, പെരുമഴ പോലെ പെയ്യും. ഞാൻ നിങ്ങളെ ദുഃഖിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ദുഃഖം തന്ന നിങ്ങളല്ലാതെ മറ്റാരാണ് എന്നെ മനസ്സിലാക്കാനുള്ളത്? ഒരു കുടുംബത്തിൽ, ഒരു പ്രസ്ഥാനത്തിൽ, ഒരു ഇടവകയിൽ ഈ ഒരു ദിവ്യ മന്ത്രം നടന്നാൽ വാട്ട് വുഡ് ബി ദ റിസൾട്ട്? എന്തൊരു ഫലമായിരിക്കും? കർത്താവേ, ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളുടെ ഇടയിൽ വേദനകൾ കൊടുക്കലും വാങ്ങലും ഒക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ തോൽപ്പിക്കുന്ന ഒരു സ്വാതന്ത്ര്യം വളർന്നു വരട്ടെ. അങ്ങനെ സഭ ജയിക്കട്ടെ. ആമേൻ. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ അപൂർവമായ, വളരെ വിശേഷപ്പെട്ട ഒരു ശുശ്രൂഷ പരിചയപ്പെടുത്തുകയാണ്. 200-ലധികം വിശുദ്ധരുടെ തിരുശേഷിപ്പുകളുടെ സാന്നിധ്യത്തിൽ ഈശോമിശിഹായെ ആരാധിക്കുന്ന ഒരു അപൂർവ ശുശ്രൂഷ ഈ വരുന്ന ആഗസ്റ്റ് 29-ാം തീയതി വൈകുന്നേരം 5 മണി മുതൽ 31-ാം തീയതി ശനിയാഴ്ച 2 മണി വരെ നിരന്തരം ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് വിശുദ്ധരോടൊപ്പം അണിചേരാം. നമുക്കറിയാം, വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ അവരുടെ ഭൗതിക ശരീരത്തിൻ്റെ ഭാഗങ്ങളോ അവരുപയോഗിച്ച വസ്തുക്കളുടെ ഭാഗങ്ങളോ ഒക്കെയാണ്. അതൊരു വിഗ്രഹമായിട്ട് പ്രതിഷ്ഠിച്ചല്ല, നമുക്ക് മുമ്പിൽ അവരുടെ സാന്നിധ്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വിശുദ്ധരുടെ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളായി തിരുശേഷിപ്പുകളെ കണ്ടു വണങ്ങി എന്നാൽ ഏക രക്ഷകനെ ആരാധിക്കാൻ പറ്റിയ അപൂർവമായ ഒരു അവസരം. നമ്മൾ 1, 2, 3, 4 തിരുശേഷിപ്പുകളൊക്കെ കണ്ടു കാണും, കയ്യിലെടുത്ത് കാണാൻ മുത്തിയിട്ടുണ്ടാവും. പക്ഷേ ഇത് 200-ലധികം വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലാണ് ഈ അനുഗ്രഹ ശുശ്രൂഷ. നേരവും സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം. വിശദ വിവരങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ബ്രദർ മനു കാട്ടടിയാണ് സഭയുടെ അംഗീകാരമുള്ള ഈ തിരുശേഷിപ്പുകൾ ശേഖരിച്ചിരിക്കുന്നത്. നമുക്ക് ഒന്നിച്ചുകൂടി സഭയ്ക്ക് വേണ്ടി, നാടിനു വേണ്ടി ദൈവത്തെ ആരാധിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആമേൻ ആമേൻ.